ചികിത്സ പൂർത്തിയാകും മുൻപേ മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കാട്ടാന ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സ നടത്തിവരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. ബുധനാഴ്ചയാണ് മയക്കുവെടി വെച്ച് പിടികൂടിയ കൊമ്പനെ കോടനാട്ടേക്ക് മാറ്റിയത്. പ്രയത്നങ്ങൾ വിഫലം. മസ്തകത്തിലെ ആഴമേറിയ മുറിവുമായി ദുരിതനാളുകൾ താണ്ടിയ അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പൻ ചരിഞ്ഞു. കൊമ്പന്റെ ദുരിതം 24 പുറത്തു കൊണ്ടുവന്നതോടെയായിരുന്നു പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം. ബുധനാഴ്ച മയക്കുവേടി വെച്ച് പിടികൂടിയ കൊമ്പനെ എറണാകുളം കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചിരുന്നു. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ കൊമ്പന് ചികിത്സ നടത്തിവരികയായിരുന്നു. കോടനാട് എത്തിച്ച ശേഷം ആന വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ആരോഗ്യനില വഷളായി. കൊമ്പനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പൊതുവെ ഉണ്ടായതിനിടയിലാണ് നിരാശാജനകവും വേദനാജനകവുമായ ഈ സംഭവം ഉണ്ടായത്. വനം വകുപ്പും ആ മൃഗ ഡോക്ടർമാരും വളരെ കരുതലോടെയും വളരെ ആത്മാർത്ഥമായാണ് ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് വലിയൊരു കഷ്ടമായിപ്പോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. മസ്തകത്തിലെ വ്രണത്തിലൂടെയാണ് ആന ശ്വാസമെടുത്തിരുന്നത് എന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അഭയാരണ്യത്തിലെ വനപ്രദേശത്ത് സംസ്കരിക്കും. 24 കൊച്ചി.